നമ്മൾ ഹെയർ കെയറിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും, സ്കിൻ കെയറിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. പക്ഷേ ജെനൈറ്റൽ എസ്തെറ്റിക്സിനെ പറ്റി സംസാരിച്ചിട്ട് ഉള്ളത് വളരെ ചുരുക്കമായിരിക്കും കേരളത്തിലെ തന്നെ ദ വെരി ഫസ്റ്റ് യൂണിസെക്സ് ജെനൈറ്റൽ എസ്തെറ്റിക് എക്സ്പേർട്ടാണ് എൻ്റെ കൂടെ ഡോക്ടർ അനുഗ്രഹ ബാബുരാജ്. ഡോക്ടർ ഹായ്, നമസ്കാരം. ഡോക്ടർ, എന്തുകൊണ്ടാണ് ഈ എസ്തെറ്റിക് ഈ ആൻറ്റി ഏജിങ് കരിയറിലേക്ക് കടന്നു വരാനുള്ള കാര്യം എന്താ? ഒരു 6 വർഷം ഞാൻ ഹെൽത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖം മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഒരു ഡോക്ടറിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നോ, ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പോൾ നമ്മൾ പലരും പല കാര്യങ്ങളിൽ ഇൻസെക്യൂർ ആണ്. അത് പറയാത്ത അല്ലെങ്കിൽ പുറത്ത് പറയാൻ ഒട്ടും പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും സപ്രസ് ചെയ്ത് വെക്കുന്നത്. ലൈക്ക് ഏജിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഹെയർ തിന്നിങ് അല്ലെങ്കിൽ ബോൾഡിങ് കൊണ്ട് കോൺഫിഡൻസ് വന്ന എത്ര ചെറുപ്പക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ? മുഖത്തൊരു പിഗ്മെന്റേഷൻ ഉണ്ട്, അതുകൊണ്ടൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ഒരു കറുത്ത പാടുണ്ട് ആൻഡ് യു ആർ ലുക്കിംഗ് ഓൺ ടു മൈ ഫേസ്. അപ്പം എനിക്കറിയാം എൻ്റെ ഇങ്ങോട്ടാണ് നോക്കുന്നതെന്ന്. അത് എൻ്റെ കോൺഫിഡൻസിന് ചിലപ്പം ഒത്തിരി താഴേക്ക് കൊണ്ടുവരും അല്ലേ? അപ്പോൾ ഐ ജസ്റ്റ് വോണ്ട് ടു റീബിൽഡ് കോൺഫിഡൻസ് ഫോർ പീപ്പിൾ. ഓക്കെ, അതുകൊണ്ടാണ് ഈ മേഖല തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം. ബിക്കോസ് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ നാട്ടിലെ ഒരുപാട് ബ്യൂട്ടി പാർലേഴ്സ് ഉണ്ട്, കോസ്മെറ്റിക് സെൻറ്റേഴ്സ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ എസ്തെറ്റിക് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസും ട്രീറ്റ്മെൻറ്റ്സും സാധ്യതകളും എന്തുമാത്രം, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്താണ് ഇതിനെ വ്യത്യാസപ്പെടുത്തുന്നത്? പല ആൾക്കാർക്കും ഉള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത്, സലൂൺസിനെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള വെൽനസ് സെൻ്ററിനെയോ ഞാൻ കുറ്റം പറയല്ല, ദേ ആർ റിയലി ഗുഡ്. പക്ഷെ അവർ എൻഹാൻസിങ് ദ ബ്യൂട്ടി ഫ്രം ഔട്ട് സൈഡ്. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ മുഖത്ത് കൺമഷി വരച്ചേക്കുന്നു, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നു, ഇതെല്ലാം എന്ന് പറയുന്നത് ബ്യൂട്ടി ഞാൻ എൻഹാൻസ് ചെയ്യുവാണ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു എസ്തെറ്റിക് മെഡിസിൻ, അത് നമ്മൾ ഒരു അനാറ്റമി, ഒരു സ്ട്രക്ചറൽ അനാറ്റമി, അടുത്ത 10 വർഷത്തെ എൻ്റെ മുഖം എങ്ങനെ ഇരിക്കും അതനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ്സും പ്ലാൻ ചെയ്യുന്നത്. സി, ട്രീറ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യുന്നത്, ദേ ആർ അബ്സല്യൂട്ട്ലി ട്രീറ്റ്മെന്റ്സ്. യെസ്. ഇപ്പോൾ എസ്തെറ്റിക് മെഡിസിനെ പറ്റി നമ്മൾ ഈ അടുത്ത കാലത്തല്ലേ സംസാരിച്ചു തുടങ്ങിയതല്ലേ? നമുക്ക് ഒരു അവയർനെസ് കിട്ടിയത് ഈ കാലഘട്ടത്തിലാണ്. ഇപ്പോഴും ഈ 2026 ആളുകൾ ഏറ്റവും കൂടുതൽ എസ്തെറ്റിക് മെഡിസിനെ പറ്റി തെറ്റായിട്ട് ധരിച്ചു വെച്ചാക്കുന്ന പൊട്ടയുള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക തെറ്റിദ്ധാരണകൾ? മിത്താണല്ലോ ഫാസ്റ്ററായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഫാക്ടിനെക്കാട്ടിൽ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ, റീസെൻ്റ്ലി എൻ്റെ ഒരു കൺസൾട്ടേഷനിൽ ഒരു അച്ഛനും ഒരു മകളും വന്നു. മോളുടെ ഫേസിൽ മൊത്തം കുറച്ച് അൺവാണ്ടഡ് ഹെയർ. അപ്പോൾ ഫോർ എ വുമൺ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി അൺവാണ്ടഡ് ആണ് അല്ലേ? അപ്പോൾ PCOS ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ കാരണമൊന്നും നമ്മൾ നോക്കണ്ട. ഫാമിലി ഹിസ്റ്ററിയിൽ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ ഇതേപോലെ കുറച്ച് മീശയും താടിയുണ്ട്. അപ്പം വേറെയും കാരണം നമ്മൾ നോക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞു, ലേസേഴ്സ് ചെയ്യാം, കുഴപ്പമില്ല. ലേസർ വേണ്ട. പെട്ടെന്നാണ് അച്ഛൻ അതിനിടയിൽ ലേസർ വേണ്ട. വാട്ട് ഹാപ്പൻഡ്? ലേസർ ക്യാൻസർ ഒക്കെ വരും, അതുകൊണ്ട് അതൊന്നും വേണ്ട. ആക്ച്വലി ആൾക്കാർ ഈ ലേസറിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു ടേമുമായിട്ടാണ്. ഓക്കെ, ഇപ്പം എക്സ്റേസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ DNA ലെവലിൽ വരെ ഒരു ഡാമേജ് ഉണ്ടാക്കാനും അതുപോലെ ക്യാൻസറിനൊക്കെ ഉള്ള പ്രവണത ഉണ്ട് അതിന്, മനസ്സിലായോ? പക്ഷെ ഈ ലേസേഴ്സ് എന്ന് പറയുന്നത് നോൺ അയണൈസിങ് റേഡിയേഷൻ ആണ്. ലേസറിന് ആകെ ഉള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളത്, ഓഫ് കോഴ്സ് ദാറ്റ് കോസ് ബേൺസ്, നോക്കിയും കണ്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സൂപ്പർഫിഷ്യൽ ലെയർ, ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് സ്കിന്നിനെ ഒന്ന് ചൂടാക്കുക. ആ ഒരു ചൂട് എന്ത് ചെയ്യും? ആ ഒരു ലേസർ ഹെയറിലെ പിഗ്മെന്റിനകത്ത് പോയി എടുത്ത് ആ ചൂട് എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് ആ ഹെയർ ഫോളിക്കിളിനെ വേവിച്ച് കളയും. ആൻഡ് ദാറ്റ് നീഡ്സ് മൾട്ടിപ്പിൾ സെഷൻ ഓൾസോ. അങ്ങനെ ചില ആൾക്കാർ ഈ അടുത്തിടയ്ക്ക് വന്ന് ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ബിക്കിനി ഏരിയയിലൊക്കെ ലേസർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി വല്ലതും ഉണ്ടാവോ? ഇനി കുഞ്ഞുങ്ങളുണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാവോ? അത് മെയിൽസിനും ഉള്ള കൺസേൺ ആണ്. അപ്പോഴും ഞാൻ അവരോട് പറയുന്നത്, സ്കിന്നിലിരിക്കുന്ന ഒരു അപ്പൻഡേജ് ആണ് നമ്മളുടെ എന്ത് പറയുന്നത് ഹെയർ ഫോളിക്കിൾ. അപ്പൊ അതിനെ ജസ്റ്റ് ഒന്ന് വേവിക്കാൻ സൂപ്പർഫിഷ്യലി ആണ് ആ ചൂട് കൊടുക്കുന്നത്, മനസ്സിലായോ? അതേ കൂടുതലൊന്നും ഇല്ല, അതിന് വേറെ പൊട്ടൻഷ്യൽ ഒന്നും ഇല്ല. യെസ്. ഇപ്പോൾ ഈ ഹെയർ റിമൂവലായിട്ടേ, ഇപ്പോൾ ലേസർ ഹെയർ റിമൂവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ കംപ്ലീറ്റ്ലി നമ്മളുടെ ഹെയർ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലേസർ വഴി ഒരൊറ്റ സിറ്റിംഗ് മതിയാവോ? ഒരൊറ്റ സിറ്റിംഗ് കൊണ്ട് നമുക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ പിന്നെയും എഗെയിൻ നമ്മൾ സിറ്റിംഗ്സ് ആവശ്യം ഉണ്ടാവുമോ? നെവർ പോസിബിൾ ഇൻ എ സിംഗിൾ സെഷൻ. ഓക്കെ. യെസ്.
കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതൊന്ന് ചൂട് കൊടുക്കുവാണ്. ചൂട് കൊടുത്തു, ആ ഹെയർ ഫോളിക്കിൾ വെന്ത് പോവുകയാണ്. അപ്പോൾ അടുത്ത തവണ വരുന്ന ഹെയർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വീക്കർ ആയിരിക്കും. മോർ സെഷൻസ്, വീക്കർ ആൻഡ് ദർ വിൽ ബി അബ്സല്യൂട്ട് ഹെയർ റിഡക്ഷൻ ആൻഡ് നോട്ട് റിമൂവൽ. പിന്നെ ചില ആൾക്കാരുണ്ട് ഈ ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള, ലൈക്ക് PCOD അങ്ങനെയൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ആനുവലി അവർ ഒരു റൗണ്ടും കൂടെ ഒന്ന് പോകണമെന്ന്. വൈ? ബിക്കോസ് ഒരു ഹോർമോണൽ അബ്നോർമാലിറ്റി കൊണ്ടാണല്ലോ അവർക്ക് അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത്. അപ്പോൾ അത് നമ്മൾ ലേസർ സെഷൻസ് കഴിഞ്ഞു. പക്ഷെ എപ്പോഴും ഇവരുടെ ആ ഒരു വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ ലൂസിങ് ടെൻഡൻസി, ഒരു പിഗ്മെന്റേഷൻ ടെൻഡൻസി, അതെല്ലാം അബ്സല്യൂട്ട്ലി ഹോർമോണൽ ഡിപെൻഡന്റ് ആണ്. അപ്പൊ ചിലപ്പോൾ അതിനെ ഇൻഡയറക്ട്ലി ഒന്ന് ട്രിഗർ ചെയ്യാം. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിവെന്റീവ് ലേസേഴ്സും വൺസ് യു ഗെറ്റ് ദ റിസൾട്ട്സ് പോകുന്നത് നല്ലതാണ്. പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം, അതായത് ലേസർ ട്രീറ്റ്മെന്റ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മുടി അപ്പോൾ അതിലും കട്ടിയായിട്ട് കാട് പിടിച്ച് വരും എന്നുള്ളത്, അതിലെന്തെങ്കിലും? നോ, നെവർ. അത് ലേസറും ഷേവിങ്ങിനും ഞാൻ എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കുന്ന കൺസൾട്ടേഷൻ ടൈമിൽ അങ്ങനെയൊന്നുമില്ല. ഈ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഒരു ജനറ്റിക് ഹിസ്റ്ററിയാണ്, ഒരു ഹോർമോണൽ ഹിസ്റ്ററിയാണ്. അതിനപ്പുറത്തോട്ട് ലേസർ ആസച്ച് അല്ലെങ്കിൽ ഒരു ഷേവിങ് കൊണ്ടിട്ട് കട്ടിയായിട്ടൊന്നും വരില്ല. നമ്മളെ ഇന്ത്യൻ സ്കിൻ ടോണിന് പക്ഷേ ഈ ലേസർ ഹെയർ റിമൂവൽ സേഫ് ആണോ? അങ്ങനെ കുറെ വാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അത് ഓക്കെ അല്ല എന്നൊക്കെ. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഏത് സ്കിന്നിനും നമുക്ക് ലേസേഴ്സ് ചെയ്യാം, പക്ഷേ ഓരോ സ്കിൻ ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് 1 to 6 എന്ന്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷനിൽ ഈ വൈറ്റ്സിന്റെ സ്കിൻ ഉണ്ട്, മിഡിലിൽ വരുന്നതാണ് നമ്മൾ സൗത്ത് പീപ്പിൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് ആഫ്രിക്കൻസ്, അങ്ങനെയുള്ളവരുടെ ആ ഒരു സ്കിൻ ടോൺ. അപ്പോൾ ഇതിന് എല്ലാവർക്കും കൊടുക്കേണ്ട ഒരേ എനർജി അല്ല. വൺ സൈസ് നെവർ ഫിറ്റ് ഫോർ ഓൾ എന്നല്ലേ നമ്മൾ ഷൂസിന്റെ കാര്യത്തിൽ പറയുന്നത്. അതേപോലെ വൺ എനർജി അല്ല, അതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ നമ്മളുടെ ശരീരത്തിലെ ഇപ്പൊ വെള്ള നിറമുള്ള അല്ലെങ്കിൽ ആഷ് കളർ ഹെയർസ് ഉള്ള ആൾക്കാർക്ക് ഈ ലേസർ ഹെയർ ആക്ച്വലി സേഫ് ആണോ, അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നോ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, ലേസർ പോയി ഹെയർ ബൾബിനകത്തുള്ള ആ ബ്ലാക്ക് പിഗ്മെന്റിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ നരച്ച മുടിയിൽ ആ ബ്ലാക്ക് പിഗ്മെന്റ് ഇല്ല. സോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഡു ലേസേഴ്സ്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും ആളുകൾക്കിടയിൽ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ മുതിർന്ന ആൾക്കാർക്കൊക്കെ ലേസർ നീക്കുന്ന സമയത്ത് അവർ ക്യാൻസറിനെ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ലേസർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഏതെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ സയന്റിഫിക്കലി പ്രൂവനേ അല്ല, ഒരു സ്റ്റഡിയും ഇല്ല, സയന്റിഫിക്കലി പ്രൂവനും അല്ല. ഓക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ PCOS ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലേസർ ട്രീറ്റ്മെന്റ് എടുക്കാൻ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ലേസർ എടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഉള്ളത്? ഞാൻ ജനറലി പറയുന്നതെന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ നമ്മൾ എടുക്കാറില്ല. ഞാൻ ഒരു ട്രീറ്റ്മെന്റും ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി വന്നു കഴിഞ്ഞാൽ ഒരു എസ്തെറ്റിക് പ്രൊസീജിയർ ഒന്നും തന്നെ ചെയ്യാറില്ല. ബിക്കോസ് ആഫ്റ്റർ പ്രഗ്നൻസി ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ അൺനെസസറിലി ആ ഒരു സമയത്ത് നമ്മൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ആ ഒരു ഹെൽത്ത് ആൻഡ് വെൽബീയിങ് നോക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ഒന്നും ഇല്ല. പിന്നെ ആക്റ്റീവ് ക്യാൻസർ സ്റ്റേജ്, പിന്നെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൻ ഇൻഫെക്ഷനോ എറോഷനോ ഒക്കെ ഉണ്ടെങ്കിലും അപ്പോഴും ഞാൻ ലേസേഴ്സ് അവർക്ക് സജസ്റ്റ് ചെയ്യാറില്ല. ഓ, ഓക്കെ. ഇപ്പോൾ ബിക്കിനി ഏരിയയിൽ അതുപോലെ തന്നെ അണ്ടർ ആം ഏരിയയിലൊക്കെ ഈ പറയുന്ന പോലെ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന, ഹെയർ റിമൂവലൊക്കെ ലേസർ വഴി ചെയ്യുന്ന സമയത്ത് അവരുടെ ഫെർട്ടിലിറ്റിയെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഹെൽത്തിനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാം. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? നെവർ, നോ വേ. ഒരു രീതിയിലും നമ്മളുടെ ഫെർട്ടിലിറ്റിനെ ഒന്നും ബാധിക്കില്ല ലേസർ? ഇല്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഈ എസ്തെറ്റിക് മെഡിസിനെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണകൾ ചോദിച്ചാൽ എന്തൊക്കെയാ പറയാ? എസ്തെറ്റിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞു, അയ്യോ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അത് ലക്ഷറി അല്ലേ, അല്ലെങ്കിൽ ഒരു വാനിറ്റി അല്ലേ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് ആർക്കൊക്കെ കോൺഫിഡൻസ് ആയിട്ട് അവരുടെ ഫേസ് അല്ലെങ്കിൽ ബോഡി ഷോക്കേസ് ചെയ്യണോ അവർക്ക് എല്ലാവർക്കും അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഐ ഡു അഗ്രി, ഇതൊന്നും ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും അല്ല ഒരു പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഒരു ബോൾഡിങ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ആ ഒരു സോഷ്യൽ കോൺഫിഡൻസ് അല്ലെ, നമ്മുടെ പെർഫോമൻസ് ഒക്കെ എൻഹാൻസ്ഡ് ആവുന്ന ഒരു ഇതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി വരുന്ന ഈ എസ്തെറ്റിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ ബോട്ടോക്സ് ഫില്ലേഴ്സ് എന്നൊക്കെ പറയുമ്പം അൺറിയൽ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആൾക്കാർക്ക്. ബിക്കോസ് എൻ്റെ ഫേസ് ഇപ്പോൾ ഒരു ബാർബി ഡോള് പോലെ ആക്കി തരാമോ എന്നുള്ളത്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് എൻ്റെ ലിപ്സ് വന്നിട്ട് ഡക്ക് ലിപ്സ് പോലെ ഇരിക്കുമോ, അല്ലെങ്കിൽ ഫ്രോസൺ ഫേസ് ആവോ, അങ്ങനെയുള്ളതും കുറേ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളം പോലുള്ള ഒരു സ്ഥലത്തെ ഇപ്പോൾ ലേസർ ഹെയർ റിഡക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന ബോഡി പാർട്സ് ഏതൊക്കെയാണ്? എനിക്ക് ജനറലി ഫുൾ ബോഡി ലേസർ ഹെയർ റിഡക്ഷന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. പിന്നെ ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇന്റിമേറ്റ് ഏരിയ ആൻഡ് അണ്ടർ ആംസ് മാത്രം ചൂസ് ചെയ്യുന്നത്. അതിപ്പം ജെൻഡർ വലിയ വ്യത്യാസമൊന്നുമില്ല, ബിക്കോസ് എവ്രി വൺ വോണ്ട് ടു ബി ക്ലീൻ ഇൻ ദാറ്റ് ഏരിയ. അതുകൊണ്ട് ചില ആൾക്കാർ മെഡിക്കൽ കണ്ടീഷൻ ലൈക്ക് റെപ്പറ്റേറ്റീവ് ആയിട്ട് ബോയിൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു, ഇൻഫെക്ഷൻസ് വരുന്നു, അതല്ലെങ്കിൽ ഈ
കൂടുതൽ ഷേവിങ് സെറ്റിന്റെ ഒക്കെ അലർജി ഉള്ളവർ, അങ്ങനെയുള്ളവർക്ക്. പിന്നെ ചില ആൾക്കാർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ കൂടുതലും സ്ത്രീകൾ സ്ലീവ്ലെസ് ഒക്കെ ഇടാനാകും. അപ്പോൾ അതൊരു സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ട് അങ്ങനെ. ജനറലി ഫുൾ ബോഡി ലേസേഴ്സ് ആണ് ഇപ്പൊ കൂടുതലും ആൾക്കാരുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ജെനിറ്റൽ ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ബോഡിയിൽ ഉള്ള അതേ ഹെയർ റിഡക്ഷൻ ട്രീറ്റ്മെന്റ് തന്നെയാണോ അവിടെ ഉണ്ടാവുക? യെസ്. ആണോ? ഈ ട്രീറ്റ്മെന്റ് ഫോർ ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് പറയുന്നത് കളർ ഓഫ് ദ ഹെയർ, തിക്നെസ് ഓഫ് ദ ഹെയർ, ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ നരച്ച മുടിയിൽ ലേസർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പൊ നമ്മളെ യങ് ഏജിൽ തന്നെ ലേസർ ചെയ്യുന്നതാണല്ലേ അപ്പൊ ഏറ്റവും ഇഫക്റ്റീവ് അല്ലേ? നരയ്ക്കുന്നതിന് മുമ്പ്. ബിക്കോസ് യങ് ഏജിലും പിഗ്മെന്റ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ പിഗ്മെന്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ബട്ട് ഡെഫിനറ്റ്ലി നോട്ട് ലേസേഴ്സ്. നമ്മൾ ലേസർ ചെയ്യുന്നതിന് മുൻപ്, ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുൻപ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടതായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ബട്ട് മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്നറിയോ? അൺവാണ്ടഡ് ഹെയർ ഇപ്പം ഫേസിലാണ് കൂടുതലും ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ദേ യൂസ് ടു പ്ലക്ക് ഇറ്റ്. അതായത് ഒരു സലൂണിൽ പോയി അത് ത്രെഡിങ്ങിന്റെ കൂടെ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്വീസർ യൂസ് ചെയ്ത് പ്ലക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരൊരു ഐഡിയൽ കാൻഡിഡേറ്റ് അല്ല ഉടനെ. അതായത് അടുത്തൊരു 2 months ലേസർ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. വൈ? ബിക്കോസ് നമ്മൾ ആ ഫോളിക്കിളോട് കൂടിയാണ് പ്ലക്ക് ചെയ്യുന്നത്, ആ റൂട്ടോട് കൂടി. അപ്പോൾ ലേസർ ചെയ്യുമ്പോൾ ലേസർ ടാർഗറ്റ്സ് ഓൺ ദ പിഗ്മെന്റ് ഇൻ ദ ഹെയർ ബൾബ്. അപ്പൊ ആ ഹെയർ ബൾബേ ഇല്ല, അത് മൊത്തത്തിൽ പിഴുതുപോയില്ലേ. അതുകൊണ്ട് യു നീഡ് ടു വെയിറ്റ് അത് വരുന്നിടം വരെ. ഓക്കെ. നമ്മൾ UAE പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഷേക്ക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ കറക്റ്റ് പെർഫെക്റ്റ് ഈ ബിയേർഡ് കണ്ടിട്ടില്ല. അവരുടെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് എപ്പോഴും എല്ലാ ദിവസവും ഈ പറയുന്ന അവർ സലൂണിൽ പോകുന്നുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ ഈ ബിയേർഡ് ലൈനൊക്കെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ലേസറിന്റെ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഈ ചെവിയിലുള്ള കുറച്ച് ഹെയർ ഗ്രോത്ത് ഉണ്ടല്ലോ, അത് ഭയങ്കര ഓക്വേർഡ് ആയിട്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ അത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് സ്മോൾ ഏരിയ ആയതുകൊണ്ടാണ് അത് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ. അപ്പൊ UAE ഷേക്കുമാരൊക്കെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടായിരിക്കും അല്ലേ? നോട്ട് ഓൺലി ലേസർ ഹെയർ റിഡക്ഷൻ, അല്ലാതെ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അവരുടെ ഒരു സ്കിൻ അങ്ങനെ ഇരിക്കാൻ വേണ്ടി. നമ്മളുടെ നാട്ടിലെ കുറേ അധികം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സലൂൺസിൽ പോയിട്ട് വാക്സ് ചെയ്ത് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വാക്സ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ലേസർ ഹെയർ റിഡക്ഷനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്തൊക്കെയാണ് പറയാ? കുറച്ചും കൂടെ ഈ പറഞ്ഞ ഹെൽത്തിയും അതുപോലെ തന്നെ കുറച്ചും കൂടെ എക്കണോമിക്കലും ഏതാണ് ആസ് എൻ എക്സ്പേർട്ട് അഡ്വൈസ് ചെയ്യുക? വാക്സിങ് ആസ് സച്ച് ഈസ് വെരി പെയിൻഫുൾ. ആൻഡ് വാക്സിങ് കൊണ്ട് ഫോളിക്കുലൈറ്റിസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർക്ക്. അതായത് വെള്ള കളറ് കുരുക്കൾ ഇങ്ങനെ പഴുത്തു പൊട്ടി അത് പിഗ്മെന്റേഷൻ ആവുന്നത്, അല്ലെങ്കിൽ ഈ ഹോട്ട് വാക്സ് കൊണ്ട് ബേൺസ് ഉണ്ടാവാറുണ്ട്. ലേസർ നോക്കിയും കണ്ടും റൈറ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദാറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ ബേൺസ്. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫസ്റ്റ് തിങ്. പിന്നെ ഒരു 10-15 years ഓഫ് വാക്സിങ്ങിന്റെ എന്ന് പറയുന്നത് എത്ര പൈസയാണ് നമ്മുടെ ഇന്ന് പോകുന്നതെന്ന് ആരും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. എല്ലാ മാസവും വാക്സിങ്ങിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 1 year ലേസർ പാക്കേജ് ഒക്കെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ബിക്കോസ് അടുത്ത 10-15 yearsലേക്ക് ഹേസൽ ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. അതാണ്. ഓക്കെ. ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ചെറുപ്പത്തിൽ തന്നെ വളരെ യങ് ഏജിൽ തന്നെ അവർക്ക് ഈ പറയുന്ന ചുളിവുകൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അവരുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഏജിങ് ഉണ്ടാവുന്നു എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും? ചെറുപ്പത്തിലെ തന്നെ പ്രായമാവുന്നതിന് മുൻപ് ഇത്ര ചെറുപ്പത്തിൽ ഇത്തരം സിംറ്റംസ് കാണാനുള്ള കാരണം എന്നാ പറയാ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂടുതലും ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അതുപോലെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗേഴ്സ്, പ്രോസസ്ഡ് ഫുഡ്, അത് മാറ്റി നിർത്തുവാണെന്നുണ്ടെങ്കിൽ എത്ര പേരാണ് പ്രോപ്പർ ആയിട്ടൊരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നത്? വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് അപ്ലൈ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ, ദി ബെസ്റ്റ് ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ് യു ക്യാൻ ഡു ഫോർ യുവർ സെൽഫ്. അതാണ്. ബിക്കോസ് എനിക്ക് കൂടുതൽ ഈ ടെക്കീസ് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ അവർ ദ മൊമെന്റ് ദി സ്റ്റെപ്പ് ഇൻ ടു ദ കൺസൾട്ടേഷൻ റൂം എനിക്ക് മനസ്സിലാവും ഇവർ ടെക്കി അല്ലെങ്കിൽ സമ്മൺ ഹു ഇസ് വർക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് PC. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കണ്ണിന് ചുറ്റും ഭയങ്കര ഹോളോനെസ് കാണും, ഇല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് സർക്കിൾസ് കാണും. ഇതും ഇല്ലെങ്കിൽ ഒരു 23-24 years ഉള്ളവർക്ക് ഭയങ്കര ഫൈൻ ലൈൻസ് ആണ്. ഇറ്റ് ഈസ് നെവർ പോസിബിൾ. അത് ഒരു കേരളത്തിലെ ഒരു രീതി വെച്ചിട്ട് ആർക്കും അങ്ങനെ പോസിബിളേ അല്ല. ഈ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, ഈ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉള്ള ഗ്ലാസസ് ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉള്ള സൺസ്ക്രീൻസും ഉണ്ട് നമുക്ക്. അപ്പം അത് മാത്രം ഒന്ന് യൂസ് ചെയ്താൽ മതി. പക്ഷേ എവറി വൺ ഇസ് റിലക്റ്റന്റ്. കാര്യം മോസ്റ്റ് ഓഫ് ദ ടൈംസ് എല്ലാവരും പറയുന്നത് ഞാൻ AC ഇരിക്കുവാണ്, അതുകൊണ്ട് എനിക്ക് സൺസ്ക്രീനിന്റെ ആവശ്യമില്ലാണ്. പക്ഷെ ഈ ബ്ലൂ ലൈറ്റ് ആണ് ഏജിങ് കൂടുതലും ആൾക്കാർക്ക് ട്രിഗർ ചെയ്യുന്നത്. അതിപ്പം ഈ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് മാത്രമല്ല, മൊബൈൽ ഫോൺസും ഉണ്ട്. നമ്മൾ ഈ ഇട്ടേക്കുന്ന ഈ ലൈറ്റ് പോലും
ഓക്കെ. നമ്മളപ്പോൾ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുമ്പോഴും മൊബൈൽസ് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഈ പറഞ്ഞ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് മസ്റ്റ് ആണെന്നാണോ ഇപ്പോൾ പറഞ്ഞു വരുന്നത്? ഇൻഡോർസിലാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും രാത്രിയാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്തോളൂ എന്നാണ് പറയണേ. നമ്മളുടെ മാർക്കറ്റിൽ 300 റുപ്പീസിൻ്റെ സൺസ്ക്രീനും ഉണ്ട്, 2000-3000 രൂപയുടെ സൺസ്ക്രീനും ഉണ്ട്. ഒരു 2000-3000 രൂപയുടെ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു അർത്ഥമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഷർട്ട് മേടിക്കാൻ പോകുമ്പോൾ 3000 രൂപയുടെ ഷർട്ടും ഉണ്ട്, 300 രൂപയുടെ ഷർട്ടും ഉണ്ട്. വിൽ ദാറ്റ് മേക്ക് എനി ഡിഫറൻസ്? അൾട്ടിമേറ്റ്ലി ബ്രാൻഡ് വാല്യൂ. അതിനപ്പുറത്തോട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എപ്പോഴും ഒരു മെഡിക്കൽ ഗ്രേഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഇപ്പോൾ സൺസ്ക്രീനിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് സൺസ്ക്രീനും ഈ പറയുന്ന കോസ്മെറ്റിക്സിനും. നമ്മൾ യൂഷ്വലി ഇന്ത്യൻ സ്കിൻ ടോണുള്ള ആൾക്കാർ സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ എപ്പോഴും സംഭവിക്കുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് മിസ്റ്റ് അല്ലെങ്കിൽ സ്പ്രേ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ എവ്രി വൺ വോണ്ട് ടു യൂസ് ഇറ്റ്. കാര്യം അതിൻ്റെ പരസ്യം അങ്ങനെയാണ്. നമ്മളങ്ങോട്ട് എന്താ പറയുക, സ്വിമ്മിങ്ങിന് പോകുന്നു, മിസ്റ്റ് സൺസ്ക്രീൻ ഇടുന്നു, വെരി ഈസി, ഹേസൽ ഫ്രീ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഒരു സൺസ്ക്രീൻ ഇടേണ്ടത് 3 ഫിംഗർ റൂൾ ഉണ്ട്, അല്ലെങ്കിൽ 3 ഗ്രാം റൂൾ ഉണ്ട്. അതൊക്കെ ഐ ഡു അഗ്രി. പക്ഷെ എക്സ്പോസ്ഡ് ഏരിയ അഡ്വക്വേറ്റ് ക്വാണ്ടിറ്റി സൺസ്ക്രീൻ വേണം. ആൻഡ് യു നീഡ് ടു റീഅപ്ലൈ ഇറ്റ് എവറി 3 to 4 hours. അതെ. ആൻഡ് സൺസ്ക്രീൻ ഇട്ട് ഉടനെ ഇറങ്ങുമല്ല, അതിനൊരു ആക്ടിവേഷൻ ടൈം ഉണ്ട്, ഒരു 20 minutes എന്ന് പറയുന്നത്. നമ്മൾ പുറത്തിറങ്ങുന്നതിന് ഒരു 20 minutes മുന്നേ ആണ് ആ സൺസ്ക്രീൻ ഇടേണ്ടത്. പണ്ടൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളെ നാട്ടുമ്പുറത്തൊക്കെ കല്യാണം ആയി കഴിഞ്ഞാൽ കല്യാണം ആവാൻ പോകുന്ന പെൺകുട്ടി ഏതെങ്കിലും അവരുടെ അടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ ചെന്നിട്ട് ഒരു ഫേഷ്യൽ ചെയ്യും. അതാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം കല്യാണത്തിന് മുൻപ് അവരുടെ ഫേസിൽ. ഇപ്പം അതല്ലല്ലോ സ്ഥിതി അല്ലേ? നമ്മളൊക്കെ ഈ പറയുന്ന പോലെ ഒരുപാട് പ്രിപ്പറേഷൻ കല്യാണത്തിന് മുൻപ് അവരുടെ ഫിസിക്കലാണെന്നുണ്ടെങ്കിൽ ഫേസിലാണെങ്കിൽ അവർ ചെയ്യുന്നുണ്ട്. വിവാഹത്തിന് മുൻപ്, വിവാഹത്തോടെ എടുക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള സ്കിൻ ട്രീറ്റ്മെന്റ്സിലേക്ക് പോയാൽ നന്നായിരിക്കും എന്നുള്ളതാണ് ആസ് എൻ എക്സ്പേർട്ട് പറയാം. പ്രീ ബ്രൈഡൽ അല്ലെങ്കിൽ ആ ഒരു ബിഗ് ഡേക്ക് മുന്നേ ഉള്ളതെന്ന് പറയുന്നത് ഫ്രം ഹെഡ് ടു ടോ നമുക്ക് പറയാൻ പറ്റും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ ഹെയർ ഫോൾ, ഹെയർ തിന്നിങ് അതൊക്കെ അഡ്രസ് ചെയ്യുന്ന ആ സമയത്തായിരിക്കും. ഒരു ഷോർട്ട് ടൈമിലാണെങ്കിൽ അതുകൊണ്ടൊന്നും വലിയൊരു റിസൾട്ട് ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു 6 months മുന്നേ ആണ് ഹെയറിന്റെ കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യാനായിട്ട് വരേണ്ടത്. സ്കിൻ ആണെങ്കിൽ ഒരു റുട്ടീൻ, ഓൾ ഓഫ് എ സഡൻ എന്ന് പറയാതെ ഒരു റുട്ടീൻ. ഞാൻ ആദ്യം ഒരു റുട്ടീൻ കൊടുക്കും. അതുപോലെ തന്നെ വളരെ മിനിമൽ ആയിട്ടുള്ള ഈറ്റബിൾ ഫോർമുലേഷനെ എൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാവുള്ളൂ എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. ആൻഡ് ചില ആൾക്കാരുടെ കൺസേൺ പിഗ്മെന്റേഷൻ ആയിരിക്കും, ചില ആൾക്കാർക്ക് ആക്നെ ആയിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കൺസേൺ അഡ്രസ് ചെയ്യുക. ആൻഡ് ഒരു മാസം മുന്നേ, അവരുടെ ആ ബിഗ് ഡേയുടെ ഒരു മാസം മുന്നേ എന്ത് ചെയ്യണം, എല്ലാവരുടെയും ഫാൻ ആയിട്ടുള്ള ഗ്ലാസ് സ്കിൻ ട്രീറ്റ്മെന്റ്. ഇപ്പൊ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് എല്ലാവരും പറയത്തില്ല, പക്ഷെ എല്ലാവർക്കും ഗ്ലാസ് സ്കിൻ ഇഷ്ടമാണ്. അപ്പം ഹൗ ഇറ്റ് ഇസ് പോസിബിൾ ഇൻ സൗത്ത് പീപ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഹൈഡ്രേഷൻ കൊടുക്കുക. ആൻഡ് ദാറ്റ് ഇസ് നെവർ പോസിബിൾ വിത്ത് ക്രീംസ് യു അപ്ലൈ. അതെല്ലാം പ്രൊസീജിയേഴ്സ് ആണ്. ഇപ്പോൾ ലൈറ്റ് എൻ്റെ മുഖത്തോട്ട് വീഴുമ്പോൾ ആ ഒരു ചീക്ക് ആൻഡ് ചിൻ ഏരിയ വന്നിട്ട് കുറച്ചും കൂടെ ഗ്ലോസി ആയിട്ട് ഫിനിഷ് ഉണ്ട്. ഇറ്റ് ഈസ് നെവർ പോസിബിൾ ഇൻ എ കെയർ ലൈറ്റ്, ബിക്കോസ് നമ്മുടെ ക്ലൈമറ്റും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എത്ര വെള്ളം കുടിച്ചാലും അത് നടക്കത്തുമില്ല. വാട്ട് ഐ ഡു ഇസ് ഹൈലറോണിക് ആസിഡിന്റെ പ്യൂറസ്റ്റ് ഫോം ഇഞ്ചെക്ഷൻസ് ഉണ്ട്, മൈന്യൂട്ട് ഡോട്ട് ആയിട്ട് ഓവർ ദ ഏരിയ നമ്മൾ കൊടുക്കും. അതിപ്പോ എൻറ്റയർ ബോഡി ചെയ്യുന്നവരും ഉണ്ട്, അത് ഓരോരുത്തരുടെ റിക്വയർമെന്റ് ആണ്. അപ്പോൾ ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ ഇത് വാട്ടർ ലവിങ് ആയതുകൊണ്ട് സിലിക്ക ജെല്ലൊക്കെ കണ്ടില്ലേ, കുറച്ച് മതി, അത് വെള്ളത്തിൽ ഇടുമ്പോൾ അതങ്ങ് വലുതാവും. അതേപോലെ സോ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ആ ഒരു ഗ്ലോസി ഫിനിഷ് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഇത് എത്ര മാസം മുൻപ് സ്റ്റാർട്ട് ചെയ്യണം വിവാഹത്തിന്റെ ഒക്കെ ആണെങ്കിൽ? ഞാൻ പറയുന്നത് ഒരു 1 വീക്കിന് മുന്നേ എല്ലാം ചെയ്ത് തീർക്കണം. അതിനു മുമ്പ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ബിക്കോസ് വെൻ യു ഗോ ഫോർ ദ പ്യൂറസ്റ്റ് ഫോംസ് അതിന് ലോഞ്ചിവിറ്റി ഭയങ്കര കൂടുതലാണ്. ലൈക്ക് ഇയർലി ട്വൈസ് വല്ലതും ചെയ്താൽ മതിയാവും. അങ്ങനെ ഒരു 1 or 2 years കഴിയുമ്പോൾ പിന്നെ ഇയർലി വൺസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവത്തുള്ളൂ. സ്പെഷ്യലി ഇപ്പോൾ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതിനകത്ത് എന്ത് തന്നെ ഇട്ടാലും ഒരു ഹൈഡ്രേഷൻ ഉണ്ടാവില്ല. എത്ര വെള്ളം കുടിക്കുന്നു നമ്മള് അത് ഹൈഡ്രേറ്റഡ് ആക്കാൻ? സോ ഇൻ സച്ച് കേസസ് ഒക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു ഫാന്റാസ്റ്റിക് റിസൾട്ട്സ്. ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് കൊളാജിൻ സപ്ലിമെന്റ്സിന്റെ ഒക്കെ പരസ്യം നമ്മൾ കാണാറില്ല. ഈ കൊളാജിൻ സപ്ലിമെന്റ്സ് ഒക്കെ ആക്ച്വലി ഇൻടേക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും അത് നമ്മളുടെ മണിക്ക് വർത്താണോ, അത് ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ടോ, എന്താ പറയാ? കൊളാജൻ ഇസ് ഗുഡ്, പക്ഷേ റിയൽ കൊളാജൻ ഇസ് വെരി ഹെവി ഓൺ ഗട്ട്. ആഴ്ച ഒരു വട്ടം വല്ലവേ അത് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഇസ് വെരി ഹെവി. കൊളാജൻ പോലെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് മാർക്കറ്റിൽ കാണുന്നത്. ആൻഡ് റിയൽ കൊളാജൻ
it is very expensive. So what I would suggest is collagen induction therapies ഉണ്ട്. അതായത് കൊളാജൻ നമ്മൾ ഗട്ടിൽ ഇത് കൊടുത്ത് ഗട്ട് ഒരു ഇറിറ്റേഷൻ, ബ്ലോട്ടിങ്, ആവശ്യമില്ലാത്ത വയറുവേദന, കോൺസ്റ്റിപ്പേഷൻ, ലൂസ് ടൂൾസ് ഇതിനകത്തെല്ലാം പോകുന്നതിനെക്കാട്ടി നല്ല സ്കിന്നിന് വേണ്ടിയിട്ടാണെങ്കിൽ ടാർഗറ്റഡ് ഏരിയയിൽ ആ കൊളാജൻ ഇൻഡക്ഷൻ തെറാപ്പി ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് ആക്നെ സ്കാർസിന്, സ്ട്രെച്ച് മാർക്സിന്, സ്കിൻ റിജുവനേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക നെക്ക് ആൻഡ് ഡെക്കോളറ്റേജ് ഏരിയ. ഇപ്പം ഒരുപാട് ലേഡീസ് അത് എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ആ ഏരിയയിലൊക്കെ ചുരുണ്ടിരിക്കുന്ന സ്കിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൊളാജൻ ഇൻഡക്ഷൻ തെറാപ്പീസിലൂടെ റിജുവനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഹാൻഡ് ആൻഡ് ഫീറ്റ് റിജുവനേഷൻ ചെയ്യാൻ പറ്റും. ഇൻറ്റിമേറ്റ് ഏരിയയിൽ ഈ കൊളാജൻ ഇൻഡക്ഷൻ തെറാപ്പീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പ്രിവെന്റീവ് ബോട്ടോക്സ് എന്നുള്ള സംഗതി എന്താ? അത് ആരൊക്കെയാണ് അത് ചെയ്യേണ്ടത്? അതും കൂടെ ഒന്ന് പറയാമോ? പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ കറക്ഷൻ. ഇപ്പം നമ്മൾ ഒരു ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് വന്നതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ പോയിട്ടല്ല അത് മാറ്റാൻ നിൽക്കേണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഒരു ആള് പറയുന്നത് കേൾക്കുന്നത് അല്ലെങ്കിൽ ഒരു സാധനം വായിക്കുന്നത് ഇങ്ങനെ ചുളിച്ചിട്ടായിരുന്നു. അപ്പോൾ ഐ ഹാവ് ഗോട്ട് 11 ലൈൻ ഇവിടെ ഇങ്ങനെ ഒരു ചുളിവ് പോലെ. അപ്പം ഐ ഫീൽ ഓക്വേർഡ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോഴത്തേന് എനിക്കതൊരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്തു തുടങ്ങി. വൈ? ഒരു സ്റ്റെയറിംഗ് ലുക്ക്, ഈവൻ ദോ ഐ എം നോട്ട് സ്റ്റെയറിംഗ്, ആ ഒരു സ്റ്റെയറിംഗ് ലുക്ക്. സോ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിവെൻറ്റീവ് ബോട്ടോക്സ്. അത് കറക്റ്റ് സമയത്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു വര അവിടെ നിൽക്കും. ചില ആൾക്കാരെ നെറ്റിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു 3-4 വരയുള്ളത്? അതും പ്രിവെൻറ്റീവ് ബോട്ടോക്സ് ചെയ്തിരുന്നു എങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയേനെ, അല്ലെങ്കിൽ അത്രയും ഡീപ്പ് ആവില്ലായിരുന്നു. ബോട്ടോക്സ് ആസച്ച് എന്ന് പറയുന്നത് ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസിനാണ് എസ്തെറ്റിക് മെഡിസിനിൽ യൂസ് ചെയ്യുന്നത്. അല്ലാത്ത ഒരുപാട് യൂസസ് അതിനുണ്ട്. ന്യൂറോളജിയിലും അതുപോലെ ഈ ഇൻറ്റിമേറ്റ് എസ്തെറ്റിക്സിലും കോസ്മെറ്റിക് ഗൈനക്കോളജിയിലും ഒക്കെ നമ്മൾ ബോട്ടോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രിവെൻറ്റീവ് ബോട്ടോക്സ് അല്ലെങ്കിൽ മൈക്രോ ബോട്ടോക്സ് എന്ന് പറയുന്നത് ആ സ്കിൻ കുറച്ചും കൂടെ പോളിഷ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്.